ജയ്. അപ്പോൾ നാളെ റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഗാന്ധിജിയുടെ ഒരു പെയിൻറ്റിങ് ലീഫിൽ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ആർക്കെങ്കിലും ഈ ഒരു പെയിൻറ്റിങ് ചിലപ്പോൾ ഉപകരിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു സ്ലോവർ വെർഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു പോർട്രേറ്റ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണങ്ങിയിട്ടുള്ള ആലിലയാണ്. അപ്പോൾ ആലില ഞാൻ നേരത്തെ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആലില കിട്ടണമെങ്കിൽ അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിലാണ് ആലില ഉള്ളത്. അമ്പലത്തിൽ പോകണം എന്നല്ല, അമ്പലത്തിലാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആൽമരം ഉള്ളത്. സോ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ കുറച്ച് ആലില കിട്ടുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ എപ്പോഴും അമ്പലത്തിൽ പോകാത്തത് കൊണ്ടും എപ്പോഴൊന്നും കിട്ടാത്തത് കൊണ്ടും കിട്ടുന്ന ആലില ഉണക്കി സൂക്ഷിക്കാറുണ്ട്, ഇതുപോലെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ലീഫിൽ പെയിൻറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഉണങ്ങിയ ഇല എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു യെല്ലോ ബേസ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് കോട്ട് ലീഫിലാണ് പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു വാട്ടർ ബേസ്ഡ് വാർണിഷ് കോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബേസ് കോട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അടുത്ത ലെയർ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ആ ബേസ് കോട്ട് ഇളകി വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് അക്രിലിക്കിലാവുമ്പോൾ. അപ്പോൾ അത് ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് കൊടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് തുടങ്ങണേ. അതിനുശേഷം നമ്മൾ ഗാന്ധിജി അപ്പൂപ്പൻ്റെ ഫേസ് വരച്ച് തുടങ്ങി. ഇത് ഒരു ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള പെയിൻറ്റിങ് ആണ്. അപ്പോൾ എന്നോട് ഇതിൻ്റെ ഷോട്ട് ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്, ഇത് മനസ്സിൽ കണ്ടാണോ വരയ്ക്കുന്നത്, മനസ്സിൽ നിന്ന് നേരിട്ട് വരയ്ക്കുന്നതാണോ അതോ റെഫറൻസ് നോക്കിയാണോ വരയ്ക്കുന്നതെന്ന്. ഒബ്വിയസ്ലി നമ്മളൊരു റിയൽ ലൈഫ് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ, ഒരു പേഴ്സണെ വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു റെഫറൻസ് കരുതുന്നത് നല്ലതാണ്. അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവർ നേരിട്ട് നമ്മൾ മുമ്പ് വന്നിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ. കാരണം നമ്മളൊരു പേഴ്സണെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവരുടെ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് അത്രയും എക്സ്പേർട്ട് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും ചിലപ്പം വരില്ല. അതുപോലെ നമ്മുടെ ഒരു ലെവൽ ഓഫ് പെർഫെക്ഷനിൽ ഒരാളെ വരയ്ക്കണം എന്നിരിക്കട്ടെ, ഒരു വ്യക്തിയെ വരയ്ക്കണം എന്നിരിക്കട്ടെ, അപ്പോൾ അവരുടെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഒരു ഫേസ് എങ്ങനെ ഇരിക്കും, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെഫറൻസ് ആവശ്യമാണ്. നമ്മൾ ഫോട്ടോസ് അതുപോലെ അല്ലെങ്കിൽ റിയലായിട്ട് അയാൾ നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കണം, എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് നോക്കി വരയ്ക്കാൻ പറ്റൂ. സോ ഇതിനൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഗാന്ധിജി അപ്പൂപ്പൻ്റെ പഴയ ഫോട്ടോസ്, അതുപോലെ തന്നെ ചില പെയിൻറ്റിങ്സ്, ഒത്തിരി നന്നായിട്ട് വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സ്, ഇതെല്ലാം ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത് കേട്ടോ. ഇനി അല്ലാതെ വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ, ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങളോ അവരുടെയൊക്കെ ഫേസ് കട്ടൊക്കെ വരാറുണ്ട്. ഞാൻ വരയ്ക്കുന്ന പെയിൻറ്റിങ്സിൽ, അല്ലാതെ വരയ്ക്കുന്ന പെയിൻറ്റിങ്സിൽ, മനസ്സിൽ നിന്ന് വരയ്ക്കുന്ന പെയിൻറ്റിങ്സ് എന്നൊക്കെ പറയുന്നിടത്തു നിന്ന് അങ്ങനെ വരാറുണ്ട്. ഡോൾസിന് ഫേസ് കട്ടൊക്കെ വരാറുണ്ട്. റിപ്പബ്ലിക് ഡേ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? എന്നെ സംബന്ധിച്ച് എനിക്ക് റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ പരേഡ് മുഴുവനും ഇരുന്ന് കാണും കേട്ടോ, എല്ലാ വർഷവും ഇരുന്ന് കാണും. അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പല സംസ്ഥാനങ്ങളിലെ കൾച്ചറൽ ഡിഫറൻസസ്, ഫ്ലോട്ടുകളൊക്കെ ഒരുപാട് നല്ല ഇൻഫർമേഷൻ തരുന്നതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഓരോ വർഷം ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ, ആർമി, നേവി, എയർഫോഴ്സ്, അവരുടെ ഫ്ലോട്ടുകൾ, അവരുടെ എന്തെല്ലാം മുന്നേറ്റങ്ങളുണ്ട്, എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഒരു പ്രത്യേക ഒരു വികാരമാണ് റിപ്പബ്ലിക് ഡേ പരേഡ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് ഇരുന്ന് കണ്ട് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പം സ്കിൻ ടോൺ മിക്സിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോമ്പിനേഷനാണ്. ആ വീഡിയോ ഒക്കെ നമ്മളിന് മുമ്പ് നേരത്തെ ചെയ്തിട്ടുണ്ട്, സ്കിൻ ടോൺ മിക്സ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ. ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഹൈലൈറ്റിങ്, അതുപോലെ റിങ്കിൾസ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്കനായിട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ്റെ പെയിൻറ്റിങ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു ഓൾ ഇന്ത്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. Cheers.